ഈ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഗ്രേസിന്റെ ഒരു സീൻ ഇപ്പം എബി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്ന് വെച്ചോ, മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേസ് ആണ് 2 ബിറ്റ് കൂടുതൽ ഇട്ട് കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ ചെയ്താലും ഡയറക്ടറോ മ്യൂസിക് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസിന്റെ സിനിമയിലെ വർക്ക് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടില്ല. ഭാഗ്യം കിട്ടിയിട്ടില്ല. ഉടനെ അത് കിട്ടട്ടെ. ഒരു ഇന്റർവ്യൂവിന്റെ അകത്താന്ന് തോന്നുന്നു ഫ്രിഡ്ജ് തൊട്ട അമ്മ വഴക്കം, ഫ്രിഡ്ജിന് അതൊരു സാധനം, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അറിയോ? അറിയാം, നന്നായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ പോകുന്നല്ലോ ഫുള്ളി ഫ്രിഡ്ജ് അമ്മയുടെ. ഗ്രേസിനെ കൊണ്ട് ഫ്രിഡ്ജ് തൊട്ട് അത് വിവേകാനന്ദൻ വൈറലാണ് പടത്തിന്റെ നമ്മളെടുത്ത് ഒരുപാട് നേരം സംസാരിച്ചൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അന്ന്. അമ്മയാണ് മെയിൻ എന്റെ ഇത് ആയുധം. അമ്മയെ പറ്റി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീരൂല. ഗ്രേസിന്റെ പരാതി തീർക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി മാത്രം ഒരു ഫ്രിഡ്ജ് പോകുന്നുണ്ട്. നിലവിലൊരു ഫ്രിഡ്ജ്, സെപ്പറേറ്റ് ഫ്രിഡ്ജ് ഓർണമെന്റ്, അതിലൊന്നും ഇല്ല താനും. എനിക്ക് തുടങ്ങി ഇതേ തൊട്ടോളാം. ഓക്കെ, നമുക്ക് ഒരു റൗണ്ടിലേക്ക് കൂടെ പോവാം. ചോദ്യം അബിയുടെ അടുത്താണ്. അത് അബി എഴുതുന്ന ഗ്രേസും ഗ്രേസ് എഴുതുന്ന അബിയും കാണരുത്. ഗ്രേസ് ഇന്നോളം കണ്ടതിൽ ഗ്രേസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പറയുന്ന ഒരു മൂവി, ഗ്രേസ് അഭിനയിച്ചതാവാം, പുറത്തുനിന്നുള്ളതാവാം, എന്തും ആവാം. ഗ്രേസിന്റെ എക്സ്പ്രഷൻ ഒക്കെ പോലൊക്കെ എന്തോ കാര്യമായിട്ട് മൂവി എഴുതുന്നുണ്ട്. എനിക്കുണ്ടേ ഒരു ലിസ്റ്റ്. ഫസ്റ്റ് ദി മിറാക്കിൾ. ഓ ദി മിറാക്കിൾ കല്യാണരാമൻ ചെയ്യേണ്ടി പോസാ നമ്മുടെ ടീമാണ്. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. ഈ കല്യാണരാമൻ ചെയ്യേണ്ടി പോസ എന്നൊക്കെ പറയുമ്പോൾ ഉച്ചപ്പടങ്ങളുടെ ആളാണ്. ചില കോമഡി സിനിമകൾ 90-കളിലെ 2000-ത്തിലൊക്കെ ഇരുന്ന് ഈ ഫോണിലൊക്കെ ഓണാക്കി വെച്ച് കഴിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാരും ഒരേ മൈൻഡ് സെറ്റ് ആണല്ലേ. ഗ്രേസിന്റെ ഫേവറേറ്റ് കളർ? തിരിച്ചു ഓഫ് ബ്ലാക്ക്. ഗ്രേസിന്റെ സെലിബ്രിറ്റി ക്രഷ്, ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് അല്ലെങ്കിൽ എക്സോർ എപ്പോഴും തന്നെ സെലിബ്രിറ്റി ക്രഷ് എന്ന് ഗ്രേസ് എപ്പോഴും പറയുന്ന ഒരാള്? ഇല്ല. ഷാരൂഖ് ഖാൻ, ഹൃതിക് റോഷൻ? ഇല്ല. ഞാൻ ആ കാര്യത്തിലൊക്കെ വെറും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ സിനിമയിലുള്ള ക്രഷ് മതിയെങ്കിൽ ഞാൻ. ഓക്കെ, ഗ്രേസ് ആബിയെ വിളിക്കുന്ന ഒരു നിക്നെയിമോ? അയ്യോ, എപ്പോഴും വിളിക്കുന്ന ഒരു നിക്നെയിം എഴുതിയാ മതി, ഞങ്ങള് വായിച്ചെടുത്തോളാം. പറയൂല, എഴുതിക്കോ, കുഴപ്പമില്ല, ആരോടും പറയണ്ട, എഴുതി കാണിച്ചാൽ ഇത് മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻ നൈസായിട്ട് വീണ്ടും ഇട്ടിരിക്കും. എന്റെ ഉത്തരം കിട്ടാൻ ഞാൻ വിടില്ല. പറഞ്ഞു വെക്കുന്നത് ഇതെന്താണ് പരീക്ഷയോ കോപ്പി അടിക്കാൻ? എന്നെ വിളിക്കുന്നല്ലേ? കാണിച്ചോ മോനെ. അയ്യോ, ഇതെല്ലാം വിളിക്കുന്നത് അതാണ്. ഞാൻ കുറെ ഉണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ, ഒരു തെറ്റ്. ഗ്രേസിന്റെ മൊബൈൽ നമ്പർ കാണാതറിയാം? ഞാൻ എഴുതണം. നമ്പർ എഴുതി കാണിക്കണ്ടല്ലോ. വേണ്ട, അപ്പൊ എഴുതി കാണിക്കണ്ട. ചില ആൾക്കേ എന്റെ 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എപ്പോഴും വിളിക്കും, പക്ഷെ നമ്പർ ഇതുണ്ടല്ലോ കാണാതെ ഓർമ്മ. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ഗ്രേസിന് എപ്പോഴും പറയുന്ന ഒരു ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം, എപ്പോഴും എന്തെങ്കിലും അവിടെ പോകണമെന്ന് ഗ്രേസ് പറയുന്ന ഒരു സ്ഥലം? തിരിച്ചോ ഫിൻലാൻഡ്, രണ്ടും യൂറോപ്പ്. ഓക്കെ, അബിക്ക് കുക്ക് ചെയ്ത് തരാൻ ഗ്രേസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്? എനിക്ക് കുക്ക് ചെയ്ത് അബിക്ക് കുക്ക് ചെയ്ത് തരാൻ വേണ്ടിട്ട് ഗ്രേസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഗ്രേസ് കരുതുന്ന ഒരു ഫുഡ്, അബിക്ക് ഇത് ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കണം. അയ്യോ, അത് ഇൻസ്റ്റാഗ്രാമിൽ എന്താ വെച്ചാൽ ഞാൻ അല്ല, എന്നാലും എപ്പോഴെങ്കിലും പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ചെയ്ത് തരികയോ ചെയ്തിട്ടുള്ള ഒരു ഫുഡ്? കണ്ടിന്യൂ 2-3 പ്രാവശ്യം ചെയ്ത് തന്നത് ഉണ്ട്. അത് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് കരുതാം. ഈ ആരാധനയൊക്കെ SSLC എക്സാമിന്റെ സമയത്തുണ്ടായിരുന്നു. ബിരിയാണി. ഗ്രേസിന്റെ ഫേവറേറ്റ് യൂട്യൂബർ? മാപ്പാക്കണം. ഇല്ല. ഒരു ചൈനക്കാരി ഉണ്ട്, അതിന്റെ പേര് 20 കോടി ഇടയ്ക്ക് കുറെ കാലം കാണാതിരുന്നു. പേരെനിക്കറിയാൻ പാടില്ല, എന്റെ വൈഫ് ഇരുന്ന് സ്ഥിരം കാണാൻ. എല്ലാവരുടെയും പേര് അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ 1-2 തെറ്റുകൾ മാത്രമേ. ഇനി തിരിച്ച് ഗ്രേസിനോട് അബിയെ പറ്റിയുള്ള ചോദ്യം.
അബിയുടെ ഷൂവിന്റെ സൈസ് അത് എനിക്കറിയത്തില്ല. എഴുതി കാണിക്കുന്നത്. ഓക്കെ, അയ്യോ എനിക്കത് അറിയത്തില്ല. അയ്യോ അല്ല, ആ ആ ഒറ്റ ഡിജിറ്റാ. ഒരു മിനിറ്റ്, ഒറ്റ ഡിജിറ്റോ അല്ലേ? അറിയില്ല. എനിക്ക് ഒരാള് 7 ഒരാള് 43. 43. അത് ഷർട്ടിന്റെ അല്ലേ? അല്ല, അത് ഇത് ഷൂവിന്റെ പറയും. ആണല്ലേ? ഇത് മറ്റേ UK സൈസ് യൂസ് ഇത് തെറ്റാ, ഇതല്ല. ആണോ? അല്ല, ഇതാണ് പറയണത്. ഇതാണ് UK. ഇത് അതിന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്നത് 43 ആണെന്ന് തോന്നുന്നു. അല്ല, പക്ഷെ 43 ആണ് സൈസ്. എനിക്ക് ഏഴല്ല. വെഡിങ് ഷൂ റീസെന്റ് വെഡിങ് ഷൂ മേടിച്ചപ്പോഴും നോക്കിയാന്ന്, പക്ഷെ മറന്നുപോയി. ഷർട്ടിന്റെ എംമാന്റെ സൈസ്. ആന്നൊക്കെയോ അറിയാവോ? കല്യാണത്തിന് മേടിച്ചല്ലേ? ആലോചിക്കട്ടെ. ഇതിനകത്ത് അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നില്ല. കല്യാണത്തിൽ ഒരുമിച്ച് ഇതെന്താ PSC എക്സാം? അയ്യോ, എന്റെ ഇത് ഓവർ തിങ്കിങ് വർക്ക് ചെയ്യുന്നു. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ല. ഏതാ ഏതാ? പാന്റ് കറക്റ്റാ. ഷർട്ടോ? ഷർട്ടില്ല. 42. ഓക്കെ, കുഴപ്പമില്ല. എപ്പോ കൊടുത്താലും കഴിക്കുന്ന ആഹാരം? ഗ്രേസ്. എപ്പോ കിട്ടിയാലും കഴിക്കും. ഗ്രേസിനെ ഞങ്ങളുടെ ക്യാമറ ക്രൂ മുഴുവനും ഇത് അമ്മ പറയും, റോട്ടിൽ കൂടെ ആരെങ്കിലും മാമോളെ കുഴിമന്തി വരാന്ന് പറഞ്ഞ. ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടേ, അപ്പം നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പൊ 15-20 കിലോമീറ്റർ അപ്പുറമായിരിക്കും ഒരു സ്പോട്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ കടയായിരിക്കും, പക്ഷെ അത് ഫുഡ് ഭയങ്കര ടേസ്റ്റ്. അവിടെ ഡ്രൈവ് ചെയ്ത് പോയി ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാന്തൽ കാണിച്ചിട്ടുണ്ടോ? ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ അബദ്ധങ്ങളായിരിക്കും മുഴുവൻ. ഫുഡ് കൊള്ളത്തില്ല. അങ്ങനെ കണ്ടുപോയിട്ടുള്ളതൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. ചില യൂട്യൂബർമാരെ നമ്പാൻ പറ്റില്ല. ഞങ്ങൾ ആ പോക്ക് നിർത്തി. ഓക്കെ, ഗ്രേസിന്റെ ഫേവറേറ്റ് മൂവി? ഗ്രേസ് അഭിനയിച്ച ഗ്രേസിന്റെ ഫേവറേറ്റ് മൂവി? ഞാൻ അഭിനയിച്ചത് എന്റെ ഫേവറേറ്റ് മൂവി. ഓ സോറി. മറ്റേത് ഗ്രേസ് കാണാൻ ഇഷ്ടപ്പെട്ട മൂവി? നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. പ്രണയം, കല്യാണം, എന്താണ് സ്വപ്നങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇങ്ങനെ തന്നെ മനോഹരമായിട്ട് ജീവിതം മുമ്പോട്ട് പോട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ടുപേരെയും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.